ക്രിസ്മസിനോടനുബന്ധിച്ച് കോട്ടയം കൊടമാളൂർ പള്ളി അങ്കണത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പുൽക്കൂടാണ്. അതിമനോഹരമായ പുൽക്കൂടുകളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. യേശുദേവൻ്റെ കാലിത്തൊഴുത്തിൽ പിറന്ന അനുസ്മരിക്കുന്ന പുൽക്കൂട്, അതുപോലെ തന്നെ ബേത്ലഹേം ആ സാമൂഹ്യ പശ്ചാത്തലവും അനാവരണം ചെയ്തിരിക്കുകയാണ്. അതിമനോഹരമായ ആട്ടിടയന്മാർ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ യേശുദേവനെ കാണാൻ വേണ്ടി രാജാക്കന്മാർ വരുന്നു. അതുപോലെ തന്നെ കന്യാമറിയവും ഔസേപ്പിതാവും ഒക്കെ ഉണ്ണിയേശുവിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എല്ലാവർക്കും പ്രത്യാശയുടെ ഒരു ക്രിസ്മസ് അനുഭവമാണ് ഈ പുൽക്കൂട് നോക്കുമ്പം കാണുന്നത്. അതിമനോഹരമാണ് ഇതിൻ്റെ ക്രിയേറ്റിവിറ്റി. ആ ബെത്ലഹേമിലെ ആ ബിൽഡിങ്ങുകളും ആ സ്വർണ്ണ കളറിൽ ഒക്കെ അനാവരണം ചെയ്തിരിക്കുന്നു. ആ ഒരു ഭൂപ്രകൃതി വളരെ നന്നായിട്ട് തന്നെ ഈ ക്രിസ്മസ് കാലത്ത് ഈ പുൽക്കൂട് കാണുന്നത് നമ്മുടെ ഉള്ളിലെ ആ പഴയ കുട്ടിക്കാലത്തിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. ഇത് അടുത്ത പുൽക്കൂടാണിത്. ഇത് മനോഹരമാണ്. അവിടുത്തെ ആ ഒരു ബെത്ലഹേമിൻ്റെ ചുറ്റുപാടുകൾ വ്യത്യസ്തമായ ഒരു അനാവരണമാണിത്. ഇവിടെ നോക്കൂ, ദേ കിണറുണ്ട്, അതുപോലെ തന്നെ നല്ല വഴികളുണ്ട്, മണൽ വരിച്ച വഴികളാണ്. അതുപോലെ തന്നെ ദേ വേറെ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ആട്ടിടയന്മാർ, അതുപോലെ തന്നെ കന്നുകാലികളെ, ഒട്ടകം രാജാക്കന്മാർ, കന്യാമറിയം, ഔസേപ്പിതാവ് എല്ലാം, ഉണ്ണിയേശു, വളരെ മനോഹരമായ പുൽക്കൂടാണ്. അടുത്ത പുൽക്കൂട് ഇതാണ്. ഇവിടെ ഒരു മഞ്ഞ് നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറാണ് കാണുന്നത്. അതായത് ബെത്ലഹേമിൽ പാതിരാത്രിക്ക് യേശുദേവൻ ജനിച്ചപ്പോൾ ഡിസംബർ 25 ആ ഒരു രാത്രിയിൽ അതിമനോഹരമായ ഒരു ബെത്ലഹേം അന്തരീക്ഷമാണ്, ഒരു ക്രിയേറ്റിവിറ്റി ഇവിടെ നിറഞ്ഞ് നിൽക്കുന്നത്. മഞ്ഞുകളുടെ ഇടയിൽ കാലിത്തൊഴുത്തിൽ ഇതാ പ്രത്യാശയുടെ, സമാധാനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ എല്ലാം നിറകുടമായി ഉണ്ണിയേശു പിറന്നിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതാ അടുത്ത പുൽക്കൂടാണിത്. മനോഹരമായ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ മനോഹരമായിട്ട് ആട്ടിടയന്മാരും ആടുകളും അതുപോലെ തന്നെ രാജാക്കന്മാരെയും ഔസേപ്പിതാവിനെയും മാതാവിനെയൊക്കെ നല്ല പുല്ലുകൊണ്ട് മേഞ്ഞ പുൽക്കൂടാണിത്. ദൈവികത നിറഞ്ഞു തുളുമ്പുന്ന ഈ ക്രിസ്മസ് നാളിൽ എല്ലാവരിലും യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും പ്രത്യാശയും നമ്മുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ. ഈ പുൽക്കൂടുകൾ കാണുമ്പോൾ നമ്മൾ ആ ബേത്ലഹേമിൽ ആ മഞ്ഞ് തണുപ്പിനെ നമുക്ക് അനുസ്മരിപ്പിക്കുന്ന രീതിയാണ് നമുക്ക് തോന്നുന്നത്. ഇത് വ്യത്യസ്തമായ രീതിയിൽ ഇതാ അടുത്ത പുൽക്കൂട്. ഇത് ഒരു കണ്ടോ, വളരെ കുന്നുകൾ കയറി വന്ന് ടോപ്പിലാണ് പുൽക്കൂട് ഇരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ ദേ ആടുകളെ മേയിച്ചുകൊണ്ട് ഇടയന്മാർ ആടുകളെ അവിടെ നിർത്തിയിട്ട് ദേ ഉണ്ണിയേശുവിനെ കാണാൻ വേണ്ടി വരുന്നു. രാജാക്കന്മാർ കാഴ്ച വസ്തുക്കളുമായി നക്ഷത്രം നോക്കി വരുന്നു. ദേ മാലാഖ മേളിരിക്കുന്നു. ഇത് കൊടമാളൂർ പള്ളിയാണ്. പഴയ കൊടമാളൂർ പള്ളി ചെമ്പൂശ്ശേരി രാജാവിനാൽ പണി കഴിപ്പിച്ച പള്ളി അങ്കണമാണിത്. ഈ പള്ളി പുരാണികമായ ഒത്തിരി ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് കൊടമാളൂർ പള്ളി. ഇത് മാതാവിൻ്റെ ഗ്രോട്ടോയാണ്. ഇവിടെ തിരികെത്തിച്ച് പ്രാർത്ഥിക്കാനും കാര്യങ്ങൾ ഒക്കെ വിശ്വാസികൾ ധാരാളം സഹായിച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യേശുവിൻ്റെ ഗ്രോട്ടോ ഗെത്സമനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം. അതുപോലെ തന്നെ കൊടമാളൂർ പുതിയ പള്ളിയാണ് ഇത് മാതാവിൻ്റെ ഗ്രോട്ടോയാണ്. അതിമനോഹരമായ കൊടമാളൂർ പുതിയ പള്ളി. ഇതാണ് കൊടമാളൂർ പഴയ പള്ളി അങ്കണം. ദൈവത്തിൻ്റെ പ്രത്യേക ചൈതന്യത്താൽ അനുഗ്രഹീതമായ മണ്ണാണ് കൊടമാളൂർ മണ്ണ്. ഇവിടെ ദുഃഖവെള്ളിയാഴ്ച, നീന്തൽ നേർച്ച എന്ന ഇതുണ്ട്. ധാരാളം വിശ്വാസികളാണ് ഇവിടെ ദുഃഖവെള്ളിയാഴ്ച വരുന്നത്. അപ്പം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു.